അയ്യൻകുന്ന് പഞ്ചായത്തിലെ പാളത്തുംകടവ്, ബാരാപ്പോൾ ചെറുകിട ജലവൈദ്യുത പ്രദേശവും നിലയവും സന്ദർശിച്ച് ബന്ധപ്പെട്ടവരുമായി ചർച്ചകൾ നടത്തിയ ശേഷം മന്ത്രി സണ്ണി ജോസഫ് ബാരാപ്പോൾ കനാലിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തി വൈദ്യുതി ഉൽപാദനം തുടങ്ങണമെന്ന് നൽകിയ നിർദ്ദേശത്തിനെതിരെ പ്രദേശവാസികൾ പ്രതിഷേധം അറിയിച്ചു. 4 മഴ ഒന്നിച്ച് പെയ്താല് പാതിരാത്രിക്ക് നമ്മളോട് വന്നിട്ട് പെട്ടെന്ന് ഇറങ്ങിക്കൊള്ളാൻ പറയുക. നമ്മൾ ഇനി ഇറങ്ങാൻ തയ്യാറല്ല. നമ്മൾ എന്ത് ദുരിതം അനുഭവിച്ചാലും നമ്മൾ നമ്മുടെ വീട്ടിൽ കടന്നുറങ്ങും. അതുപോലെ തന്നെ ഈ സ്ഥലവും വരകളും എല്ലാവരുടെയും ഏറ്റെടുക്കണം, അല്ലെങ്കിൽ ഒന്നിന്ന് പൊളിച്ച് പണിത് വെള്ളം ചെയ്യും. ഞങ്ങളെല്ലാവരും ദുരിതം അനുഭവിച്ച് കഴിയുന്നവരാണ്. 2018 കാലഘട്ടത്തിൽ ഉരുൾപൊട്ടലുണ്ടായ കാലം തൊട്ട് ഈ കനാലിൻ്റെ അടിഭാഗത്ത് താമസിക്കുന്ന ആൾക്കാർ മുഴുവൻ ഒരു രാത്രി ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒന്നെങ്കിൽ ഈ കനാൽ പൊളിച്ച് ഇത്രയും ഡേഞ്ചറായിരിക്കുന്ന ഭാഗങ്ങൾ മൊത്തം വാർത്ത് വെള്ളം വിടുക, അതല്ലെങ്കിൽ ഈ കനാലിൻ്റെ അടിഭാഗത്ത് താമസിക്കുന്ന കുടുംബങ്ങളുടെ സ്ഥലങ്ങളും വീടുകളും ഏറ്റെടുത്ത് KCB ഏറ്റെടുക്കുക. ഈ 2 ഓപ്ഷനേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇനി അതല്ല മറ്റു മാർഗങ്ങളിലേക്കാണ് പോകാൻ അധികൃതർ ഞങ്ങളെ നിർബന്ധിക്കുന്നതെങ്കിൽ ഞങ്ങളും അതിനെ ശക്തിയായി നേരിടും. വേനൽക്കാലത്തും അതെ, നമുക്ക് ഇതിൻ്റെ അടിയിൽ കൂടെ വെള്ളം വരുന്നുണ്ട്. നമ്മളെ 3 വർഷമായിട്ട് മാറ്റി പറപ്പിച്ചേക്കുന്നത്. അന്നപ്പം വാടകയൊക്കെ തരുന്നുണ്ട്. ഇപ്പം വാടകയില്ല, ഇപ്പം വെള്ളം വരുന്നില്ലാത്തതുകൊണ്ട്. അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല വെള്ളം വരാത്തത്, അവർ കനാലിൻ്റെ മോശം പണിയും കൊണ്ടാണ് വെള്ളം വരാത്തത്. ചേട്ടാ, ഞങ്ങൾക്ക് വാടകയില്ല, ഒന്നുമില്ല. ഞങ്ങളിപ്പോൾ ഇവിടെ ആടിനെ പശുവിനെയൊക്കെ വളർത്തി അങ്ങനെ ജീവിച്ചു. ഇപ്പോൾ ആ വാടകയില്ല, ഒന്നുമില്ലാതെ അവസ്ഥയിലപ്പോൾ ഞങ്ങൾ ജീവിക്കും. അതിന് അടിയന്തരമായിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു തീരുമാനമാക്കി തരുവോ, വാടക തരുവോ, പിന്നെ ഞങ്ങളുടെ വീട് സ്ഥലം കൂടെ ഏറ്റെടുത്ത് ഞങ്ങൾ സുരക്ഷിതമായിട്ട് എവിടെയെങ്കിലും മാറി താമസിക്കാൻ ഞങ്ങൾക്ക് വഴിയൊരുക്കി തരാം. ചോർച്ച അനുഭവപ്പെടുന്ന 1.400 കിലോമീറ്റർ കനാൽ ഭാഗം പൂർണ്ണമായും പുനർനിർമ്മിക്കണം. അതല്ലെങ്കിൽ കനാലിന് താഴെ താമസിക്കുന്ന മുഴുവൻ കുടുംബങ്ങളുടെയും ഭൂമി സർക്കാർ ഏറ്റെടുക്കണം. കനാൽ പുനർനിർമ്മിക്കാതെ ചോർച്ച അടച്ചുകൊണ്ടുള്ള ഒരു പ്രവൃത്തിയും അനുവദിക്കില്ല എന്നും പ്രദേശവാസികൾ അറിയിച്ചു. അനുകൂല നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമര പരിപാടികളുമായി മുൻപോട്ടു പോകുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. 2016 വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലാഭകരമായി പ്രവർത്തിക്കുന്ന മിനി ജലവൈദ്യുത പദ്ധതിയാണ് ബാരാപ്പോൾ ജലവൈദ്യുത പദ്ധതി. 2016 മുതൽ 2025 ജൂൺ മാസം വരെ ഇത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു. അങ്ങനെ പ്രവർത്തിച്ചു വന്ന ഈ പദ്ധതി 2025 ജൂണ് ആദ്യ മാസം കനാലിൽ ചോർച്ച കണ്ടതിനെ തുടർന്ന് നിർത്തിവെച്ചു. അതനുസരിച്ചാണ് ഉന്നത ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും ഒന്ന് പരിശോധിച്ചപ്പോൾ ഈ ചോർച്ച അതിഗുരുതരമാണെന്നും അതിനുണ്ടായിരിക്കുന്ന കനാലിലുണ്ടായിരിക്കുന്ന ഗർത്തം വളരെ വലുതാണെന്നും കറണ്ട് ഉൽപ്പാദനം നടത്താൻ സാധിക്കില്ല എന്നും കണ്ടിട്ടാണ് ബാരാപ്പോളിലെ ഉൽപ്പാദനം ആ സമയത്ത് നിർത്തിവെച്ചത്. അതിനുശേഷം ഈ മുഴുവൻ സംസ്ഥാനത്തുള്ള KSEBയുടെ മുഴുവൻ ഉന്നത ഉദ്യോഗസ്ഥരും വന്ന് ഈ ഗർത്തവും ഈ കനാലും പരിശോധിക്കുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്ന മുഴുവൻ ജനപ്രതിനിധികളും MLA, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ബ്ലോക്ക് മെമ്പർമാർ എല്ലാവരും ഇവിടെ സ്ഥലം സന്ദർശിക്കുകയും ഇതിൻ്റെ ഭീകരാവസ്ഥ മനസ്സിലാക്കുകയും ചെയ്തു. അതുപോലെ തന്നെ നമുക്കറിയാം AKCCയുടെ നേതാക്കന്മാർ, അങ്ങനെയുള്ള ആൾക്കാരും എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും സ്ഥലം സന്ദർശിച്ച് ഇതിൻ്റെ ഭീകരാവസ്ഥ മനസ്സിലാക്കിയതാണ്. അന്ന് ഇവിടെ വന്ന മുഴുവൻ നേതാക്കന്മാരും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒറ്റക്കെട്ടായിട്ടാണ് ഒരു തീരുമാനമെടുത്തത്. ഇനി ഈ കനാലിൽ കൂടെ വെള്ളം കടത്തിവിട്ടാൽ ഇവിടെ വലിയൊരു ദുരന്തമുണ്ടാകും, വയനാട്ടിലെ ചൂരൽമലയിലെ പോലെയുള്ള ദുരന്തമുണ്ടാകുമെന്നും ഒരു കാരണവശാലും വെള്ളം കടത്തിവിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള നടപടിയിലേക്ക് പോകണ്ട, കനാൽ പുനർനിർമ്മിച്ചതിന് ശേഷമേ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പാടുള്ളൂ എന്നുമാണ് അന്ന് മുഴുവൻ ആൾക്കാരും എടുത്ത തീരുമാനം. അതനുസരിച്ച് അന്നത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ പറഞ്ഞു, ഞങ്ങൾ പ്രാധാന്യം കൽപ്പിക്കുന്നത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനല്ല, ഈ പ്രദേശത്തെ ജനങ്ങളുടെ സ്വത്തിനും ജീവനുമാണ് ഞങ്ങൾ പ്രാധാന്യം കൽപ്പിക്കുന്നത് എന്ന് അദ്ദേഹവും പറഞ്ഞു. വൈദ്യുതി ഉൽപ്പാദനം അവിടെ നിർത്തിവെച്ചു. എന്നാൽ ഇത്രയും ലാഭകരമായി പ്രവർത്തിക്കുന്ന ഈ കനാൽ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടുന്ന യാതൊരു നടപടികളും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഇവർ ഇപ്പോൾ ചെയ്യുന്നത് ഇവിടെ പ്രദേശത്തുള്ള അതിന് അടിവശത്ത് താമസിക്കുന്ന ആൾക്കാരെ ഭിന്നിപ്പിച്ച്, ആൾക്കാർക്ക് ചിലർക്ക് മാത്രം ചില സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞ് ആൾക്കാരെ ഭിന്നിപ്പിച്ച് ഇപ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടുന്ന നടപടിയിലേക്കാണ് പോകുന്നത്. അന്ന് MLA ആയിരുന്ന ബഹുമാനപ്പെട്ട സണ്ണി ജോസഫ് ഇന്ന് വൈദ്യുതി വകുപ്പ് മിനിസ്റ്ററായി. ഞങ്ങളെല്ലാം വളരെ പ്രതീക്ഷയോടെയാണ് അത് കണ്ടത്. എന്നുവെച്ചാൽ ഈ നാടിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുമെന്നാണ് വിചാരിച്ചത്. അന്ന് മെമ്പറായിരുന്ന മിനി വിശ്വനാഥൻ ഇന്ന് അയ്യങ്കുന്ന് പഞ്ചായത്ത് പ്രസിഡന്റായി. അപ്പോൾ നമ്മൾ ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ നമ്മുടെ നാടിന് ആവശ്യമായ സുരക്ഷയ്ക്ക് കരുതുന്ന കാര്യങ്ങൾ ചെയ്തു കിട്ടുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് ആവശ്യമായ ഒരു മുന്നോട്ട് വന്നപ്പോൾ നമ്മുടെ
ഇവിടെയുള്ള മുഴുവൻ ആൾക്കാരും ഇതിന് താഴെ താമസിക്കുന്ന ആൾക്കാരും ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും ജിൻഡോ കൊച്ചുവീട്ടിലിനെ അതിൻ്റെ കൺവീനറായും ഡെന്നി നെല്ലിയാനിയെ അതിൻ്റെ ചെയർമാനായും ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ പാലത്തങ്ങളിലെ വികാരിയച്ഛനെ അതിൻ്റെ രക്ഷാധികാരിയായും ഒരു കമ്മിറ്റി രൂപീകരിച്ചു. തുടർന്ന് ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് താൽക്കാലികമായ ഒരു ശ്രമവും നടത്തുന്നതിന് ഇവിടുത്തെ ജനങ്ങൾ അനുവദിക്കില്ല. അങ്ങനെ സംഭവിച്ചാൽ ഇവിടെ ഒരു ദുരന്തമുണ്ടായാൽ ഈ പാലത്തങ്കട് ഗ്രാമം ഒറ്റപ്പെട്ടു പോകും. അങ്ങോട്ടേക്ക് വേറെ യാതൊരുവിധ യാത്രാ സൗകര്യവുമില്ല. അതുകൊണ്ട് ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും പാലത്തങ്കട് വാർഡിലെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി ഈ ഒരു ആവശ്യം ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അല്ലാതെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിച്ചാൽ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും പ്രക്ഷോഭവുമായി മുന്നോട്ട് വരും.